ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പിന്നെയും ഒരു ഞായറാഴ്ച വളരെ ആരോഗ്യത്തോടുകൂടിയും സമാധാനത്തോടെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ച വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ ദിവസവും സംഭവബഹുലമായ നിരവധി വിഷയങ്ങളിൽ കൂടെയാണ് നാമും നമ്മോടുകൂടിയുള്ള ആളുകളും കടന്നു പോകുന്നത്. എന്നാൽ വളരെ ഭദ്രമായി ദൈവം നമ്മളെ ഓരോ വിഷയത്തിലും പരിപാലിക്കുന്നതിനെ ഓർത്ത്, ദൈവത്തിൻ്റെ വിശ്വസ്തയെ ഓർത്ത് ഓരോ ഞായറാഴ്ചയും സന്തോഷപ്രദനായിരിക്കാൻ ലഭിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് വീണ്ടും നന്ദിയോടെ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളോടും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. നമ്മൾ ദൈവരാജ്യം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിലാണ് ചിന്ത കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് തുടർമാനമായി സംസാരിച്ചു പോകുമ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയൊരു ടോപ്പിക് ആയതുകൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കുറച്ചധികം കൺഫ്യൂഷൻസ് വരാവുന്ന ഒരു തിയോളജിക്കൽ മാറ്റർ ആയതുകൊണ്ടും വളരെ ശ്രദ്ധയോടെ അത്യാവശ്യം പ്രാക്ടിക്കൽ ഇൻസൈറ്റ്സ് മാത്രം പറഞ്ഞുകൊണ്ടാണ് നാം ദിവസങ്ങളിൽ ചിന്തിച്ചു പോകുന്നത്. അതിനകത്ത് ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ ആയിരിക്കുന്ന ഓരോ ആളുകളുടെയും ഡെസ്റ്റിനിയെ ടാർഗറ്റ് ചെയ്യുന്ന സ്വഭാവ വൈചിത്ര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു വന്നപ്പം കഴിഞ്ഞ ആഴ്ച ബിറ്റർനെസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, കയ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റാണ് നമ്മൾ ചിന്തിച്ചു വന്നിരുന്നത്. ആ കയ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോകാമായിരുന്നു, കുറേ കൂടെ കാര്യങ്ങൾ തൊടാമായിരുന്നു. എന്നാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പാടില്ലാത്തതുകൊണ്ടും എന്നാൽ അത്യാവശ്യം ചില കാര്യങ്ങൾ സംസാരിക്കേണ്ടതുള്ളതുകൊണ്ടും കഴിഞ്ഞ ആഴ്ച തൊടാതെ വിട്ട ഒരു ഭാഗം കൂടെ ചേർത്ത് വായിച്ചിട്ട് ഞാനിന്ന് ചിന്ത അവസാനിപ്പിക്കും. തുടർന്ന് തിരുമേശ നമ്മുടെ മൂലമുണ്ട്. അതുകൂടാതെ ദേവദാസന്മാർ പിന്നെയും നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് അവർ ബാക്കി ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോകുന്ന ആത്മാർത്ഥമായി വിശ്വസിക്കുക. അതിന് സപ്പോർട്ട് ചെയ്തിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം. സങ്കീർത്തനം 3. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. എന്നോട് എതിർത്ത് നിൽക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. എന്നെക്കുറിച്ച് ഒരാളല്ല, പലരും പറയുന്നു. നീയോ യഹോവേ, എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യും. ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ, എഴുന്നേൽക്കണമേ. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെ ഒക്കെയും ചെകിടത്തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. എന്തുകൊണ്ടാണ് ഈ 3-ാം സങ്കീർത്തനത്തിൽ വന്ന് നിർത്തിയതെന്ന് ചോദിച്ചാൽ അതിന്റെ തലക്കെട്ടിൽ അതിന്റെ സബ്ജക്റ്റ് ഉണ്ട്. തലക്കെട്ടൊന്ന് വായിച്ചിട്ട് സബ്ജക്റ്റിലേക്ക് പോകാം. അതിന്റെ തലക്കെട്ടിൽ സബ്ജക്റ്റ് ഉണ്ട്, വായിക്കാം. ദാവീദ് തന്റെ മകനായ അബ്ശാലോമിന്റെ മുൻപിൽ നിന്ന് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ബിറ്റർനെസ്സിലാണ്, കയ്പിലാണ് നിൽക്കുന്നത്. കയ്പിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. ഞാൻ സാധാരണ ഞാനൊരു വളരെ സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ പറയുന്നത് തന്നെ എനിക്ക് തന്നെ ചില സമയത്ത് മനസ്സിലാകാത്ത രീതിയിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എനിക്ക്. കാരണം ഞാൻ ചെറുപ്പത്തിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു 5-ാം പനി എങ്ങാണ്ട് വന്ന് മെട്രോപൊളിറ്റൻ ആശുപത്രിയിൽ കൊണ്ടുപോയി കിടത്തിയ സമയത്ത് ഡോക്ടറോട് എന്നോട് എന്താണ്ടൊക്കെ ഡോക്ടർ ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് നാക്ക് പോക്കി നോക്കും. നാക്കിനടിയിൽ ഒരു കെട്ടുണ്ട്. ആ പുള്ളി അച്ഛൻ ഇതിപ്പോൾ കെട്ടുണ്ട്, ടങ് ടൈഡ് ഉണ്ട്, ഇത് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ബുദ്ധിമുട്ടായി മാറി. ഈ പുള്ളി പറയുന്നൊന്നും മനസ്സിലാകത്തില്ല, അതുകൊണ്ട് നമുക്കിത് കണ്ടിച്ച് വിടാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നാക്കിൻ്റെ അടി കണ്ടിക്കും. നാളെ അവിടെ കിടന്ന് കാറി കൂയി ഒച്ചയുമ്പോൾ ഉണ്ടാക്കി അയാൾ പറഞ്ഞു അപ്പം കണ്ടിക്കുന്നില്ല, ഇപ്പം 5-ാം പനിയുടെ പരിപാടി കഴിഞ്ഞ് പോട്ടെന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ആ ടങ് ടൈഡ് അന്ന് തൊട്ട് എനിക്ക് അത്യാവശ്യം അതെൻ്റെ മനസ്സിലുണ്ട്. എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നൊരു വിഷയം ഉള്ളതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്നെപ്പോലെ സംസാരിക്കുന്ന വേറെ ആൾ ചിലപ്പോൾ എൻ്റെ കുടുംബത്തിൽ കാണത്തില്ല. കൃത്യമായി അത് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് സ്വാഭാവികമായിട്ട് അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്കൊരു സ്റ്റാമറിങ് കൂടെ തുടങ്ങാനൊരു ബുദ്ധിമുട്ട് കൂടെ പോയി. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ നിൽക്കാൻ കാര്യം തുടങ്ങി കിട്ടിയാൽ നമ്മളങ്ങ് സംസാരിച്ചു പോകും.
അതെൻ്റെ തുടർമാനമായ എൻ്റെ പ്രസംഗ ജീവിതത്തിൽ എനിക്കത് വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട്. കാരണം കുറച്ചുകൂടെ നന്നായിട്ട് ചില കാര്യങ്ങൾ, ചില ഭാഷകൾ സംസാരിക്കാൻ ഭാഗ്യം അതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഓവർ സ്പീഡിൽ സംസാരിക്കുന്ന ഒരാളെന്നുള്ള പേര് എനിക്ക് കിട്ടി. അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ 2 ആഴ്ചയായിട്ടൊന്ന് മെല്ലെ ലളിതമായിട്ടും നിർത്തിയൊക്കെ പോകാൻ ശ്രമിക്കുകയാണ്. അതെനിക്ക് തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. അത് ചെയ്യുന്നതിൻ്റെ കോൺഫിഡൻസ് കുറച്ച് എനിക്ക് കുറവാണ് അങ്ങനെ പോകുമ്പോൾ തന്നെ. എന്നാലും പരമാവധി നിർത്തി സബ്ജക്റ്റ് തലയിൽ കയറുമോ എന്നുള്ള കാര്യത്തിലേക്ക് ചിന്തിച്ച് പോകാനാണ് താല്പര്യപ്പെടുന്നത്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച അധ്യായത്തിനകത്ത് കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അതിനകത്ത് ആരുണ്ടായിരുന്നു? ദാവീദ് നിശ്ചയമായും ഉണ്ടായിരുന്നു. ദാവീദിന്റെ മൂത്തപുത്രൻ ആരുണ്ടായിരുന്നു? അമ്നോൻ ഉണ്ടായിരുന്നു. പിന്നെ ആരുണ്ടായിരുന്നു? അബ്ശലോം ഉണ്ടായിരുന്നു. അബ്ശലോമിന്റെ സഹോദരി താമാർ. അമ്നോൻ ആരിൽ പ്രേമം ജനിക്കുന്നു? താമാറിൽ പ്രേമം ജനിക്കുന്നു. താമാറിനെ അമ്നോൻ എന്ത് ചെയ്യുന്നു? ദുരുപയോഗം ചെയ്യുന്നു. അവസാനം എന്ത് ചെയ്യുന്നു? ദാവീദ് ആ വിഷയത്തിൽ എന്ത് ചെയ്യുന്നില്ല? ഇടപെടുന്നില്ല. ദാവീദ് കോപം ജ്വലിച്ചെങ്കിൽ പോലും കാര്യത്തിൽ ഇടപെടുന്നില്ല. അവസാനം എന്തായി മാറുന്നു? അബ്ശലോം 2 വർഷത്തോളം മിണ്ടാതിരിക്കുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്ന അമ്നോനെ നശിപ്പിക്കാൻ ആര് തീരുമാനിക്കുന്നു? അബ്ശലോം തീരുമാനിക്കുന്നു. അതിന് പ്ലോട്ട് ഇടുന്നു. പ്ലോട്ട് ഭയങ്കരമായിട്ട് വിജയിക്കുന്നു. ആര് മരിക്കുന്നു? ആര് മനസ്സിലായിക്കേ? ഈ പറയുന്ന അമ്നോൻ മരിക്കുന്നു. അമ്നോൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും കോൺഫ്ലിക്റ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? അബ്ശലോം പ്രബലനാകുന്നു. അബ്ശലോം അവിടുന്ന് ഓടിപ്പോകുന്നു. അമ്നോനും അല്ലെങ്കിൽ ദാവീദും അബ്ശലോവുമായിട്ടുള്ള ഗ്യാപ്പ് പിന്നെ എന്ത് ചെയ്യുന്നു? കൂടുകയാണ്. ആ ഗ്യാപ്പ് കൂടി കയ്പ് വ്യാപരിച്ച് അവസാനം എന്തായി മാറുന്നു? അബ്ശലോം വേറെടുത്ത് ചെന്ന് ദാവീദിന് വിരുദ്ധമായി ഒരു കൂട്ടണി ഉണ്ടാക്കുന്നു. രാജ്യത്ത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നു. രാജാവിന് സ്വസ്ഥത എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. ആ സ്വസ്ഥത നഷ്ടപ്പെടുന്ന സമയത്ത് വേറൊരു കഥാപാത്രം ആരോട് കൂടുന്നു? ഈ പറയുന്ന അബ്ശലോമിന്റെ കൂടെ കൂടുന്നു. അയാളുടെ പേര് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചു. അഹീതോഫേൽ എന്ന് പറയുന്ന പഴയ മന്ത്രി എന്ന് ആരുടെ കൂടെ കൂടുന്നു? ദാവീദിന്റെ കൂടെ കൂടുന്നു. പഴയ ദാവീദിന്റെ പഴയ മന്ത്രിയായ ഈ പറയുന്ന അഹീതോഫേൽ എന്ന് പറയുന്ന ആള് സ്വാഭാവികമായിട്ട് ദാവീദിനോട് ഒരു ഇഷ്യൂ ഉള്ള ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ മകന്റെ മകളായ ബത്ശേബയെ ആര് കാണുന്നു? ദാവീദ് കാണുന്നു. ദാവീദ് ഒരു കുളിസീൻ കാണുന്നു. ആ കുളിസീനിൽ ആരെ കാണുകയാണ്? ബത്ശേബയെ കാണുന്നു. ബത്ശേബയെ കല്യാണം കഴിക്കാനായിട്ട് ബത്ശേബയുടെ ഹസ്ബൻഡിനെ എന്ത് ചെയ്യുന്നു? ഒരു പ്ലോട്ടിൽ കൊന്നുകളയുന്നു. ഒരു എഴുത്ത് കൊടുത്തു വിടുന്നു. എഴുത്ത് വായിച്ച ഫ്രണ്ട് നിർത്തുന്നു. അദ്ദേഹത്തെ തട്ടിക്കളയുന്നു. അങ്ങനെ ആര് ഭാര്യയാകുന്നു? ഈ പറയുന്ന ബത്ശേബ ദാവീദിന്റെ ഭാര്യയായി മാറുന്നു. അതിനകത്ത് ആർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു? ഈ പറയുന്ന അഹീതോഫേലിന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അഹീതോഫേല് സ്വാഭാവികമായിട്ട് ആരുമായിട്ട് അടുക്കുന്നു? അബ്ശലോവുമായിട്ട് അടുക്കുന്നു. രാജ്യത്ത് ഭയങ്കരമായി കോൺഫ്ലിക്റ്റ് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. ഇതാണ് ചരിത്രം. ഈ ചരിത്രത്തിനകത്ത് മുമ്പോട്ട് പോകുമ്പം ദാവീദിന് കൊട്ടാരം വിട്ട് ഓടേണ്ട അവസ്ഥ വരുന്നു. ആ ഓടുന്ന ഓട്ടത്തിൽ എഴുതിയ സങ്കീർത്തനമാണ് ഈ പറയുന്ന 3-ാം സങ്കീർത്തനം. ആ 3-ാം സങ്കീർത്തനത്തിനകത്ത് ദാവീദിന്റെ വ്യഥകൾ, പ്രശ്നങ്ങൾ, അവൻ അനുഭവിക്കുന്ന നിരാശകൾ, വേദനകൾ, ഒരു പക്ഷേ അവൻ തന്നെ ഉണ്ടാക്കിയ കുഴപ്പങ്ങളിൽ നിന്ന് ഉടലെടുത്ത പ്രശ്നങ്ങളായിരിക്കാം. പക്ഷെ അതിഭയങ്കരമായി തകർന്നു പോയ ഒരു ദാവീദിനെയാണ് കാണുന്നത്. ഞാൻ പറഞ്ഞു വന്നൊരു ആശയം വെച്ചാൽ വേദപുസ്തകത്തിലെ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് സമസ്വഭാവമുള്ള ആളുകളാണ്. നമുക്കതിനകത്ത് പഠിക്കാനും കൂടിയാണ് എഴുതി വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. ദാവീദിനെ പോലെ ഒരു മനുഷ്യൻ അതിഭയങ്കരമായ വേദനയിൽ താൻ ഒരു പക്ഷേ ഒരു 15 മിനിറ്റ് സംസാരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന പല പ്രശ്നങ്ങളും അതിഭയങ്കരമായി തന്നെ വേട്ടയാടി താൻ നിരാലംബനായി പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന 3-ാം സങ്കീർത്തനം രചിക്കുന്നത്. താൻ രാജാവാണ്. രാജാവ് ഇപ്പൊ എന്ത് ചെയ്യുക? ഓടുകയാണ്. വായിക്കാൻ നമുക്കതിന്റെ 1-2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്കതിന് മുമ്പോട്ട് പോകാം. 2-3 കാര്യം നമ്മൾ ദാവീദിനെ കുറിച്ച് ഒന്ന് ഓർത്തിട്ട് ഓടിച്ച് പറഞ്ഞിട്ട് മുമ്പോട്ട് പോവുകയാണ്. ദാവീദിന് തന്റെ തലയിൽ അഭിഷേക തൈലം വീഴുന്ന സമയത്തിന് ദാവീദിന് ഏകദേശം 15 വയസ്സായി. ഈ 15 വയസ്സിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. പിന്നീട് 15 വർഷം ദാവീദ് എവിടെയായിരുന്നു? കാട്ടിനകത്തുകൊണ്ടാണ് ഓടി നടക്കുകയാണ്. കാരണം നിൽക്കാൻ നിവൃത്തി. 15 വർഷം ഓട്ടമല്ല ഞാൻ പറഞ്ഞത്. പിന്നീട് കുറച്ച് കാലം കൊണ്ട് ഞാൻ ഓടിച്ചങ്ങനെ വിടുകയാണ്. അങ്ങനെ പറഞ്ഞു പോകുന്നുള്ളൂ. 15 വർഷം രാജാവായിട്ട് അഭിഷേകം കിട്ടിയ ആള് പിന്നെ എവിടെയാണ്? ശൗലിന്റെ കൊട്ടാരത്തിൽ ദാസനായി നിൽക്കുന്നു. ശൗലുമായിട്ട് ഒരു രമ്യതയിൽ പോകുന്നു. പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഓട്ടം ആരംഭിക്കുന്നു. ഏകദേശം 30 വയസ്സായ സമയത്ത് അദ്ദേഹം ആരായി മാറുന്നു? രാജ്യത്തിന്റെ ഒരു ഭാഗത്തിന്റെ രാജാവായി മാറുന്നു. പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്ക് അദ്ദേഹം മുഴുവൻ രാജ്യത്തിന്റെയും രാജാവായി മാറുകയാണ്. എൻറ്റയർ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിലെ രാജാവായി മാറുന്നു.
അങ്ങനെ രാജാവായി നിൽക്കുന്ന ഈ പറയുന്ന ദാവീദിന് ഏകദേശം ഒരു 60 വയസ്സിനോട് അടുക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ പറഞ്ഞ അബ്ശലോമിന്റെ പ്രശ്നം എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു സമയത്ത് ഗുഹകളിലും കാടിലും ഒക്കെ ഒളിച്ചു താമസിക്കുന്ന രാജാവ് ഇപ്പൊ എന്തായി മാറി? സെറ്റിൽഡായി. എവിടെ സെറ്റിലായി? ഒരു രാജ്യത്തിന്റെ രാജാവായി. പഴയ ചരിത്രമൊക്കെ മാറി. പഴയ ഉഴൽച്ചയും പഴയ നിരാശയും പഴയ കാട്ടിനകത്ത് താമസവും ഭീതിയും ഭയവും ഒക്കെ മാറി. ഇപ്പൊ ആരാണ്? സർവ്വ സൈന്യാധിപനായ, സർവ്വ സംവിധാനത്തിന്റെ ഉടമസ്ഥനായ, ഒരു മഹാനായ ശ്രേഷ്ഠനായ രാജാവായിട്ട് ആര് മാറുകയാണ്? ദാവീദ് മാറുകയാണ്. പഴയ ചരിത്രമൊക്കെ മാറി. ഈ ചരിത്രമൊക്കെ മാറി മുമ്പോട്ട് നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ പുതിയ പ്രശ്നം എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്ന. അവിടെ എന്ത് ചെയ്യാണ്? പഴയ അവസ്ഥയിലേക്ക് ദാവീദ് തിരിച്ചു വരികയാണ്. ഏത് അവസ്ഥ എന്നറിയാം? കൊട്ടാരം വിട്ട് ദാവീദ് എന്ത് ചെയ്യാണ്? ഓടുകയാണ്. ഇത് പലരോട്, എന്നോടും നിങ്ങളോടുമുള്ള ഒരു പക്ഷേ ഇന്ന് നാം അനുഭവിക്കുന്ന ചില വിഷയങ്ങളോടുള്ള ഇടപെടലായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. വായിക്കാം, നമുക്ക് 2-3 ഭാഗങ്ങൾ വായിച്ചിട്ട് ഓടിച്ച് അവസാനിപ്പിക്കാം. വായിക്കാം നമുക്ക്. ഇനി അതിൽ എന്തുകൊണ്ടാണ് ഞാൻ സാധാരണയായിട്ടൊരു പ്രസംഗം തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങൾ. ഒന്ന്, എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. അതൊരു പക്ഷേ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് വരുമ്പം, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്ത് എനിക്ക് മാനസികമായ ഒരു തകർച്ചയോ വേദനയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വേദഭാഗം എൻ്റെ മനസ്സിൽ വരികയും ആ വേദഭാഗം ഞാൻ പിന്നെയും വായിക്കുകയും അതിനെ നിർത്തി ഒക്കെ വായിച്ചു നോക്കുകയും ചെയ്യുമ്പോൾ എന്നോട് സംസാരിക്കുന്ന പോയിന്റിലാണ് ഞാൻ എൻ്റെ ചിന്ത ആരംഭിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന ആ ചിന്തയ്ക്കകത്ത് അത് എഴുതാൻ ആരംഭിക്കും. ഞാൻ ശ്രദ്ധിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. പോയിന്റുകളായിട്ട് എഴുതുമ്പം, ഇത് ഉദാഹരണം നമ്മളൊരു എസ്-ലാണ് തുടങ്ങുന്നെങ്കിൽ തുടർന്നുള്ള എല്ലാ പോയിന്റുകളും എസ്-ൽ വേണമെന്നും പിയിലാണെങ്കിൽ എല്ലാം പിയിൽ വേണമെന്നും ഒക്കെ വിചാരിച്ചാണ് ഞാൻ പ്രസംഗം എഴുതുന്നത്. എൻ്റെ പ്രസംഗങ്ങൾ അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് വാട്ട് ഈസ് സോ, വാട്ട് ഈസ് സോട്ട് ആൻഡ് വാട്ട് ഈസ് സെഡ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ ഓരോ പോയിന്റുകളും അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭാഗം എഴുതി വന്നപ്പോൾ ഞാൻ 2-3 ദിവസം ഈ വിഷയം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. വീണ്ടും ഞാൻ എടുത്ത് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പം ഒരു 8-9 സാധനങ്ങൾ എൻ്റെ മനസ്സിൽ കയറി വന്നു. അതല്ല ഞാൻ അങ്ങനെ എഴുതി വെച്ചെങ്കിലും നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ചയിലോ പൊതുവിൽ അതിന് സമയമില്ലാത്തതുകൊണ്ടും സാഹചര്യം അനുവദിക്കാത്തതുകൊണ്ടും ഞാൻ പിന്നെയും കണ്ടൻസ് ചെയ്തിട്ട് അതിന് വേറൊരു വേർഷനിൽ ഒരു ആംഗിൾ ചിന്തിച്ചിട്ട് 3 കാര്യങ്ങൾ മാത്രമേ പറയാൻ തീരുമാനിച്ചിട്ടുള്ളൂ. വായിക്കാം. ഒന്ന്, അതിന്റെ 1-ാം വാക്യം തൊട്ട് 2-ാം വാക്യം വരെയുള്ള ഭാഗത്തിനകത്ത് സറൗണ്ടഡ് ബൈ സ്കീംസ്. സറൗണ്ടഡ് ബൈ സ്കീംസ്, ഗൂഢാലോചനകളുടെ കൂട്ടായ ഒരു പരകായ പ്രവേശം എന്നൊക്കെ പറയാം. ഗൂഢാലോചനകളുടെ ഒരു വലിയ കൂട്ടം. വായിക്കാം 1-2 വാക്യങ്ങൾ. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. യഹോവേ, എന്റെ വൈരികൾ എത്ര. ഞാൻ എന്തുകൊണ്ടാണ് ഇത് 3ആയിട്ട് തിരിക്കാനെന്ന് പറയാൻ കാര്യം, എന്നേക്കാൾ നന്നായിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയുന്ന വേദപുസ്തക അധ്യാപകരും തിയോളജിസ്റ്റും സെയ്ത് തന്നെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗം തൊടുന്നില്ല. 3-ാം സങ്കീർത്തനമാണ്. ഇതിലാണ് ആദ്യമായിട്ട് സേല എന്ന് പറയുന്ന പ്രയോഗം കാണുന്നത്. സേല എന്ന പ്രയോഗം ആദ്യമായിട്ട് ഇതിലാണ് കാണിക്കുന്നത്. സേല എന്ന പ്രയോഗത്തെ കുറിച്ച് വിവിധപരമായ വ്യാഖ്യാനങ്ങളുണ്ട്. 1-2 വാക്യം വായിച്ചു സേലയും കൂടെ വായിച്ചിട്ട് പോട്ടോ, എന്നിട്ട് നമുക്കത് പറഞ്ഞുതരാം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു. എന്നോട് എതിർത്ത് നിൽക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. അടുത്തത് എന്താണ്? നീയോ യഹോവേ. സേലയിലാണ് ആ 2-ാം വാക്യം അവസാനിപ്പിക്കുന്നത്. സേല എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിന് പല വ്യാഖ്യാനങ്ങളുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പുണ്ട്, ഇതൊരു ഇൻസ്ട്രുമെന്റൽ സാമാണ്. എന്ന് വെച്ചാൽ പാട്ട് മാത്രമല്ല, ഇതിനകത്ത് ഒന്നും കൂടെ ഉണ്ട്, ഇൻസ്ട്രുമെന്റ്സും കൂടെ ഉണ്ട്. അങ്ങനെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇൻസ്ട്രുമെന്റൽ സാം പാടിക്കൊണ്ട് വരുമ്പോൾ 2-ാമത്തെ വാക്യത്തിന്റെ അവസാനം എന്ത് ചെയ്യുന്നു? അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ടു. ഇൻസ്ട്രുമെന്റ് നിന്നു, പാട്ടും എന്ത് ചെയ്തു? നിന്നു. പിന്നെന്താണ്? കുറച്ച് നിമിഷത്തേക്ക് നിശബ്ദതയാണ്. ആ നിശബ്ദതയ്ക്കകത്ത് 2-3 കാര്യങ്ങൾ സംഗീതപരമായിട്ടോ ആശയപരമായിട്ടോ സംഭവിക്കാം. പക്ഷെ അതിനകത്ത് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ആ നിർപ്പിൽ എന്തുണ്ട്? ഒരു ചിന്തയിലേക്കൊരു മടങ്ങിപ്പോക്കുണ്ട്. ഒരു വിചിന്തനത്തിന്റെ സമയമാണ്. ആ വിചിന്തനം എന്താണ്? അങ്ങനെ തന്നെയാണോ? ഈ വിഷയത്തിൽ എന്താണ് ദൈവത്തിന്റെ ഇടപെടൽ എന്ന് തിരിച്ചറിയാനും ചിന്തിക്കാനും ദൈവത്തെ ഉയർത്താനും ദൈവത്തിന്റെ നാമത്തെ പ്രകീർത്തിക്കാനും മനസ്സിനകത്തൊരു സമയം കൊടുത്താണ് എന്ത് ചെയ്യുന്നത്? അവിടെ നിർത്തുന്നത്. അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് വായിക്കാം. അതിന് 1-2 വാക്യം. സറൗണ്ടഡ് ബൈ സ്കീംസ്. ഓക്കെ, ചുറ്റുപാട് നിന്നുള്ള 100 കണക്കിനുള്ള സ്കീമുകൾ, പദ്ധതികൾ, ഗൂഢാലോചനകളുടെ ഒരു വലിയ കൂട്ടത്തെ കുറിച്ച് ദാവീദ് വായിക്കാൻ ഒന്നുകൂടെ വായിച്ചു നമുക്ക് അത് ആ ചിന്തയിലേക്ക് പോകാം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 1-2 ഇഷ്യൂ അല്ല. എനിക്ക് ഇഷ്യൂസ് എന്ത് ചെയ്യണം? ഒന്നിന് പുറകെ ഒന്നായിട്ട് വൈരികൾ എന്ത് ചെയ്യാണ്? പെരുകിയിരിക്കുകയാണ്. വായിച്ചോ. എന്നോട് എതിർത്ത്
എതിർത്ത് നിൽക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന്. എന്നിട്ട് അവര് എതിർത്ത് നിന്നാൽ മാത്രം പോരാ, അവരൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇവന് ദൈവത്തിങ്കിൽ എന്തില്ല, രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയും. എന്നെ കുറിച്ച് ഒരാളല്ല, പലരും വീണ്ടും 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 പറയുക. നീ രക്ഷപ്പെടത്തില്ല. കാരണം നിന്നെ കുറിച്ചുള്ള അല്ലെങ്കിൽ നീ ചിന്തിക്കുന്ന രീതിയിലല്ല ഇപ്പൊ വിഷയം പോകുന്നത്. പണ്ട് നീ വലിയ പുള്ളിയൊക്കെ ആയിരുന്നിരിക്കാം, നീ ഇപ്പൊ വലിയ രാജാവൊക്കെ ആയിരിക്കാം, പക്ഷെ നീ ഇപ്പൊ വിചാരിക്കുന്ന വിഷയത്തിൽ ഈ വിഷയം കെട്ടാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. നിന്നെ കൊണ്ട് പിടിച്ചാൽ ഈ കാര്യം എന്ത് ചെയ്യത്തില്ല, കിട്ടുകയില്ല. നിന്നെ ദൈവം പോലും എന്ത് ചെയ്യുന്നില്ല, നോക്കാൻ പോകുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല. ഈ വിഷയത്തിൽ നീ നശിച്ചു പോകുകയേ ഉള്ളൂ എന്ന് പലരും എന്നോട് എന്ത് ചെയ്യുക, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന എന്നോടുകൂടിയാ സംസാരിക്കുന്നത്. ജീവിതത്തിന്റെ കടുത്ത പ്രയാസത്തിന്റെ ഘട്ടങ്ങളിൽ ഒരു സോഴ്സ് അല്ല, പല സോഴ്സ് എന്ന് സംസാരം വരും. എന്താ സംസാരം? നീ രക്ഷപ്പെടത്തില്ല. ദൈവം പോലും നിന്നെ എന്ത് ചെയ്യത്തില്ല, ഈ വിഷയത്തിൽ നിന്ന് വിടുവിക്കത്തില്ല. ആരാ പറയുന്നത്? ഒരാളാണോ? അല്ല, കണ്ടിന്യൂസ് ആയിട്ട് വിവിധ സോഴ്സുകളിൽ നിന്ന് എന്നോടും നിന്നോടും ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും പറഞ്ഞ് ഉറപ്പിച്ചിട്ടാണ് നിന്നെ യോഗത്തിലേക്ക് വിട്ടേക്കുന്നത്. കാരണം നീ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ എന്ന് ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. എപ്പോഴാ സംസാരം? നീ എവിടെ നിർത്തണം. എങ്ങനെ ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ നീ ഒന്ന് നിൽക്കണം, നിന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. 2-3 ഭാഗങ്ങൾ നമ്മൾ വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഒന്ന് രസകരമായ ഒന്നിട്ട് കാര്യം, അതിന് കാരണം എന്താണെന്ന് വായിക്കാം. 2 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ വായിക്കാം. 2 ശമൂവേൽ പുസ്തകം 15-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. 2 ശമൂവേൽ 15-ാം അധ്യായം 12, 13, 14 വാക്യങ്ങൾ. 2 ശമൂവേൽ 15. അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ അഹീഥോഫെൽ എന്ന ഗിലോനെയും അവന്റെ പട്ടണമായ ഗീലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നുകൂടുകയാൽ കൂട്ടുകെട്ടിന് ബലം ഏറി വന്നു. ബലം ഏറി വന്നു. ഇപ്പൊ ദാവീദ് പറയാണ്, എന്റെ കൂടെ ആളുകൾ എന്ത് ചെയ്യണം, പെരുകയാണ്. എനിക്കെതിരെ ആളുകളുടെ എണ്ണം കൂടുകയാണ്. കൂട്ടുകെട്ടിന്റെ ബലം എന്ത് ചെയ്തു? ഏറി വന്നു. താഴ്ത്തു വായിച്ചോ. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്നു. ഇസ്രായേലിന്റെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചു പോയി എന്നറിയിച്ചു. കേട്ടോണേ, ഇതിനു മുമ്പ് ദാവീദ് കേട്ട പാട്ട് ഇങ്ങനെയൊന്നുമില്ല. ദാവീദ് കേട്ട പാട്ട് എന്താണെന്നറിയാമോ? ശൗൽ എത്ര കൊന്നു? 1000 കൊന്നു. ദാവീദ് എന്ത് ചെയ്തു? രാജാവ് നീളാൽ വാഴട്ടെ എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം എന്ത് ചെയ്തു? മാറ്റി പറയാൻ തുടങ്ങി. ആളുകൾ ഇപ്പൊ പറഞ്ഞു, ഇപ്പൊ ആരുടെ കൂടെ? ഇപ്പം അബ്ശാലോമിന്റെ കൂടെയാണ്. വായിച്ചോ, അടുത്ത വാക്കോട് വായിച്ചോ. അപ്പോൾ ദാവീദ് യെരൂശലേമിൽ തന്നോട് കൂടെയുള്ള സകല ഭൃത്യന്മാരോടും നാം എഴുന്നേറ്റ് ഓടിപ്പോകാം. നാം എഴുന്നേറ്റ് എന്ത് ചെയ്യണം? ഓടിക്കോണം. എന്താ കാര്യം? വായിച്ചോ, താട്ട് വായിച്ചോ. അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് ഒരുത്തം പോലും അബ്ശാലോമിന്റെ കയ്യിൽ തെറ്റിപ്പോകയില്ല. അവൻ പെട്ടെന്ന് വന്ന് നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഇനി ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയില് ഉടുത്ത തുണി എടുത്തോണ്ട് ഓടിക്കോണം. എന്താ കാര്യം എന്ന് അറിയാമോ? ചിലപ്പോ വാളിന്റെ വായ്ത്തലയിൽ ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഉപജാപബന്ധങ്ങൾ, അതല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ, അവരെ ഗൂഢാലോചനകൾ ദിനം പ്രതി പെരുകി വരുന്നുവെന്ന് ആര് പറയുകയാണ്? ദാവീദ് കാണുകയാണ്. ഈ അവസ്ഥയിൽ ഞാൻ പോയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ടാകും. നാൾക്ക് നാൾ നമുക്കെതിരെ നിൽക്കുന്ന ശക്തികളെല്ലാം കൂടെ ഒന്നിച്ചു കൂടുകയും എന്ത് കാര്യത്തിന് അവനെല്ലാം കൂടെ ഒരുമിച്ച് അറിയാത്ത രീതിയിൽ ഒരുമിച്ച് കൂടുകയും ഇന്നല്ലെങ്കിൽ നാളെ നീ രക്ഷപ്പെടത്തില്ല, നിന്നെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ സമൂഹം നമുക്കെതിരെ നിൽക്കുന്ന ഒരു സമയത്ത് നിർത്താനും ഒന്ന് പുറകോട്ട് ചിന്തിക്കാൻ ആരും തീരുമാനിക്കണം? ദാവീദ് തീരുമാനം. എന്താ പറയുക? ദാവീദ് പാടി വരുമ്പം ജനം പറയുന്നതാണ്, ഞാൻ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാലും ദാവീദ് 1 മിനിറ്റ് പാട്ട് നിർത്തുകയാണ്. എന്തിനാ നിർത്തറിയാമോ? അങ്ങനെയാണോ ദൈവം എന്നോട് സംസാരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ദാവീദ് ചിന്തിക്കാൻ തീരുമാനിക്കുകയാണ്. ഒരു 2 വാക്യം വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഞാൻ പറഞ്ഞ സാധാരണ പറയുന്ന ആ രീതിയിൽ കൊണ്ടുപോകാൻ എനിക്ക് സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. വായിക്കാം നമുക്ക്. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 50-ാം അധ്യായം 59-ാം അധ്യായം ആ വാക്യത്തിലേക്ക് പോകുന്നതിന് ആദ്യം ഒരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം.
നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത്, നീ പേടിച്ചു പോകരുത്. മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. നിങ്ങൾ പടയേൽപ്പാൻ അടുക്കുമ്പോൾ. ആവർത്തന പുസ്തകത്തിന്റെ ചരിത്രം നമുക്കറിയാം. മോശയുടെ കാലത്തിന് ശേഷം കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ നിൽക്കുന്ന ഒരു ചെറിയ ജനതയോട്, അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടത്തോട്, അല്ലെങ്കിൽ വളരെ ചെറുപ്പക്കാരായ ഒരു പുതിയ തലമുറയോട് വീണ്ടും തന്റെ പ്രമാണത്തെക്കുറിച്ചും ദൈവിക ഉടമ്പടിയെക്കുറിച്ചും യോശുവ സംസാരിക്കുന്ന ഭാഗത്ത് നാം വായിക്കുന്നു. അവിടെ വായിക്കുന്നതാണ്, നീ ഇനി അങ്ങോട്ട് കാലെടുത്ത് വെക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം. നിനക്കെതിരെ വരുന്ന ശത്രുവിനെയോ, നിനക്കെതിരെ നിൽക്കുന്ന കാലാൾക്കൂട്ടത്തെയോ, നിനക്കെതിരെ കൂട്ടംകുവായി നിൽക്കുന്ന ആ മഹാസഞ്ചയത്തെയോ ഒന്നും നീ കണ്ടെത്തിയത് ഭയപ്പെട്ടു പോകണ്ട. നിന്നെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ നീ എന്ത് ഒന്ന് ഓർത്തുകൊള്ളണം. നീ ഇന്ന് അനുഭവിക്കുന്ന വിഷയത്തിനകത്ത്, നീ ഇന്ന് കടന്നു പോകുന്ന പ്രയാസത്തിൽ, നിന്റെ ഹൃദയം തകരുന്ന ഇന്നത്തെ ഈ സിറ്റുവേഷൻ നീ ആലോചിക്കേണ്ടത്, കഴിഞ്ഞ 15, 20, 30, 40 വർഷം ഭരണകരമായ വിപത്തിൽ നിന്നെ വഴി നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ നീ ഓർക്കണം. അതിനുവേണ്ടി നീ ഒരു മിനിറ്റ് എന്ത് ചെയ്യണം? നിർത്തണം അവിടെ. നീ ഇങ്ങനെ കുണുകുണുകുണുകുണ പറഞ്ഞല്ല പോകേണ്ടത്. പ്രയാസം വരുമ്പം, സങ്കടം വരുമ്പം, നിരാശ വരുമ്പം എടുത്തു ചാടാനും കിടന്നോടാനും നിൽക്കുകയല്ല. ഒരു മിനിറ്റ് നിന്ന് കണ്ണും നടച്ച് കഴിഞ്ഞ കാലം ദൈവം എനിക്ക് എത്ര വലിയവരായിരുന്നു എന്ന് ഓർത്ത് നോക്കണം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് റിലേറ്റ് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. എനിക്കറിയാം, ഞാൻ എന്നോടാണ് സംസാരിക്കുന്നത്. വായിക്കാം, 2 വാക്കുകൾ വായിക്കാം. അത് പുറപ്പാട് പുസ്തകം 23-22 വാക്യം. പുറപ്പാട് പുസ്തകം 23-22 വാക്യം. പുറപ്പാട് 23-22 വായിച്ചാട്ടെ. പുറപ്പാട് 23-22. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. ഞാൻ പറയുന്ന ഒരു ഉടമ്പടിക്കകത്ത്, ഞാൻ വച്ചിരിക്കുന്ന ടേംസിനകത്ത് നീ ഒന്ന് വന്ന് നിന്നാലുണ്ടല്ലോ, ഞാൻ നിന്നെ പകയ്ക്കുന്നവരെ ഞാനും പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവനെ ഞാനും ഞെരുക്കും. എത്ര പേർക്ക് രാവിലെ ആ വിഷയത്തിൽ ഒരു ഉണർവ്? നിന്നെ തകർത്ത് കളയുമെന്ന് പറഞ്ഞ് നിനക്ക് വിരുദ്ധമായി നിൽക്കുന്ന ശക്തികളോട് ഉടമ്പടി നിൽക്കുന്ന ഒരു ദൈവ മനുഷ്യനോട് ദൈവം സംസാരിക്കുന്ന, നിന്നെ ഞെരുക്കുന്നവനെ ഞാൻ ഞെരുക്കും, നിന്നെ ഒതുക്കുന്നവനെ ആരൊതുക്കും? ഞാൻ ഒതുക്കും. നീ ഞാൻ പറയുന്നു കേട്ട് നിൽക്കേണ്ടത് നിന്നാ മതി. ഈ ആഴ്ച നീ അനുഭവിക്കുന്ന പ്രയാസം എത്ര കഠിനവുമാകട്ടെ, എത്ര ഭീകരവുമാകട്ടെ, നിന്നെ ഈ ആഴ്ച നിന്റെ മരണകരമായ വിപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഈ ഞായറാഴ്ച ദൈവാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. ഒരു വാക്കിയോട് വായിക്കാം നമുക്ക്. 2 കൊരിന്ത്യർക്കല്ലേ ഒരു വാക്കിയോട് വായിച്ചു മുമ്പോട്ട്. അതിന് യെശയ്യാവിന്റെ പുസ്തകം 59-19 വാക്യം. യെശയ്യാവ് 59-19 മലയാളം ബൈബിൾ അത്ര നല്ല വാക്യമല്ല, നന്നായിട്ടല്ല എഴുതിയിരിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 59-19 ഇംഗ്ലീഷ് കൊണ്ട് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 59-19 യെശയ്യാവിന്റെ പുസ്തകം 59-19 വായിക്കാം നമുക്ക്. യെശയ്യാവ് 59-19. അങ്ങനെ അവൻ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. മതി, ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചു വളരെ ഉപകാരം. When the enemy comes in like a flood, ശത്രു നിനക്കെതിരെ ഒരു ഫ്ലഡ് പോലെ, ജലപ്രളയം പോലെ നിനക്കെതിരെ വരുമ്പം, ഓക്കെ, നിനക്ക് എതിരെ ശത്രു ജലപ്രളയം പോലെ ഒലിച്ചൊഴുകി കുത്തൊഴുകി വരുമ്പം നിനക്ക് നടുവിൽ ഒരു മതിലായിട്ട് ആര് നിൽക്കും? ദൈവത്തിന്റെ ആത്മാവ് നിൽക്കും. എത്ര പേർക്ക് വിഷയത്തിൽ സന്തോഷമുണ്ട്? ഞാൻ സംസാരിക്കുന്നത് എന്നോടാണ്, ഞാൻ നിങ്ങളോടല്ല സംസാരിക്കുന്നത്. എതിര് നിനക്ക് വിരുദ്ധമായി അളവിലധികമായി വളർന്നു വരുമ്പോ, ഒരു പക്ഷേ നിന്റെ പിൽക്കാലത്തെ തെറ്റുകൊണ്ടായിരിക്കാം ഇതൊക്കെ സംഭവിച്ചത്. എന്നാലും നീയും ദൈവമായിട്ട് ഒരു ഉടമ്പടിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിന്നെ തൊടുവാൻ ശത്രുവിന് വിട്ടുകൊടുക്കാതിരിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്.
ഒരു വാക്യം വായിച്ച് ക്ലോസ് ചെയ്യുക. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8-9 വാക്യം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 8-9 വാക്യം വായിക്കാം. 2 കൊരിന്ത്യർ 4:8-9 വാക്യം വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 4:8-9 വാക്യം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവർ എങ്കിലും ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഇതൊക്കെ വന്നതാണ്. പക്ഷെ എന്ത് ചെയ്തില്ല? ഒന്നും സംഭവിച്ചില്ല. പ്രസംഗം 4 ഭാഗത്തും ഉണ്ടായി, പക്ഷെ ഒന്നും എന്ത് ചെയ്തില്ല? സംഭവിച്ചില്ല. കാരണം ദൈവത്തിന് നിന്നെ കുറിച്ച് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട്. എന്താ ഈ ദാവീദ് ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിനകത്ത് സേല വെക്കുമ്പം സേലായിക്ക് വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ടപ്പം ദാവീദ് ഒരു പക്ഷേ ഞാനായിരുന്നെങ്കിൽ ഞാൻ ഓർക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ഞാൻ ആ പോയിന്റ് അവസാനിപ്പിക്കാം. 2 ശമൂവേൽ പുസ്തകം 7-ാം അധ്യായം 7-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് വായിച്ചു. 2 ശമൂവേൽ 7-ാം അധ്യായം 8-ാം വാക്യം തൊട്ട് ഇത് ഞാനാണ് പാടുന്നതെങ്കിൽ, ഞാനാണ് ദാവീദെങ്കിൽ അവിടെ ഞാൻ നിർത്തുന്ന സമയത്ത് എന്തായിരിക്കും? ദൈവം പോലെ എന്നെ വിടുവിക്കത്തില്ലെന്ന് ആളുകൾ പറയുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ എന്തായിരിക്കും ഓർക്കാൻ പോകുന്നത്? വായിക്കാം നമുക്ക്. 2 ശമൂവേൽ പുസ്തകം അതിന് 7-ാം അധ്യായം 8, 9, 10, 11 വാക്യം വായിച്ചാൽ. ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, ഈ സംഭവങ്ങൾക്കൊക്കെ മുമ്പ് ദൈവത്തിന്റെ ആത്മാവ് ദാവീദിനോട് സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുക? നീ ദാവീദിന് എന്നൊരു കാര്യം പറയണം. എന്താ പറയേണ്ടത്? വായിച്ചോ. സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. എടാ മോനെ ദാവീദേ, നീ ആടിനെ തീറ്റിക്കൊണ്ടിരുന്നപ്പോ തന്നെ നിന്നെ ഞാൻ എന്ത് ചെയ്താണ്? നിന്നെ കണ്ടവനാണ്, നിന്നെ വിളിച്ചവനാണ്. വായിച്ചോ, താഴ്ത്ത് വായിച്ചോ. നീ സഞ്ചരിച്ചു അറിയാമോ? കാട്ടിക്കൂടെ കിടന്ന് ഓടാനല്ല വിളിച്ചത്, ജനത്തിന്റെ പ്രഭുവായിട്ട് നിന്നെ എന്ത് ചെയ്താണ്? അന്ന് വിളിച്ചതാണ്. ഓക്കെ, വായിച്ചോ, ആയിട്ട് വായിച്ചോ. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്റെ സകല ശത്രുക്കളെയും ഒന്നും രണ്ടും അല്ല, നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞ് ഭൂമിയിലുള്ള മഹാന്മാരുടെ പേര് പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. നിന്റെ പേരെന്ത് ചെയ്യും? വലുതാക്കും. വായിച്ചോ. ഞാൻ എന്റെ ജനമായ ഇസ്രായേലിൽ ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത്. എവിടെ? സ്വന്തം സ്ഥലത്ത് എന്ത് അവര് പാർക്കും. വായിച്ചോ. അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവിടെ നീ എന്ത് ചെയ്യത്തില്ല? ഒരു കാലത്ത് എന്ത് ചെയ്തില്ല? ഇളകി പോകത്തില്ല. ഓക്കെ, വായിച്ചോ. അവരെ നടുകയും ചെയ്യും. അവിടെ നിന്നെ ഞാൻ നടും. ഓക്കെ, വായിച്ചോ. പണ്ടത്തെ പോലെ എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കയില്ല. ദുഷ്ടന്മാർ ഇനി അവരെ ചെയ്യത്തില്ല, പീഡിപ്പിക്കയില്ല. വായിച്ചോ. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. നിനക്ക് എന്ത് ചെയ്യും? സ്വസ്ഥത തരും. ഓക്കെ, വായിച്ചോ. അത്രയുമല്ല യഹോവ നിനക്കൊരു ഗൃഹമുണ്ടാക്കുമെന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. വായിച്ചോ. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട്. എപ്പം? ആയുഷ്കാലം തികഞ്ഞിട്ട്. കണ്ണടച്ചപ്പോ ദാവീദിന് ഓർമ്മ വെച്ചതായിരിക്കാം. എന്തായാലും ഓർമ്മ, ദൈവം എന്നെ പണ്ട് ആടിനെ തീറ്റിക്കൊണ്ടിരുന്ന എന്നെ അവിടുന്ന് വിളിച്ചു വരുത്തിയത് ഇതിലെ താരാപ്പാരെ നടക്കാൻ ഇറങ്ങി ഓടാനുമല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ രാജാവായിട്ട് എന്റെ സകല ശത്രുക്കളെ നിഗ്രഹിച്ചിട്ട് എനിക്ക് സ്വസ്ഥത തരികയും എന്നെ സ്വസ്ഥമായ തീരത്തെ ഉറപ്പിക്കുകയും ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ജനത്തെയും സ്വസ്ഥമായ സ്ഥലത്ത് ഉറപ്പിക്കുകയും എൻ്റെ സകല ശത്രുക്കളെ നിഗ്രഹിക്കുകയും എൻ്റെ ആയുഷ്കാലം സമ്പൂർണ്ണമായിട്ട് തീർന്ന ശേഷം എന്നെ തലമുറയിലേക്ക് ദൈവത്തിന്റെ പദ്ധതി കൊണ്ടുപോകുമെന്നൊക്കെ ദൈവം എന്നോട് ഇന്നേക്ക് ചില കാലം മുമ്പ് പറഞ്ഞതാണെന്നുള്ള വ്യക്തമായ ബോധ്യത്തിലാണ് ദാവീദ് പിന്നെ അടുത്ത സെന്റൻസിലേക്ക് വരുന്നത്. ഈ രണ്ടാമത്തെ വാക്യം കഴിഞ്ഞപ്പം ആ സേലയിൽ ഒരുപക്ഷെ ഞാൻ വിചാരിക്കുന്നു ഒക്കെ ദാവീദിന്റെ മനസ്സിൽ എന്ത് ചെയ്തു? കൃത്യമായി റിഫ്ലക്ട് ചെയ്യുക. എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ ഞാൻ തകർന്നു പോകത്തില്ല, ഈ നിരാശയിൽ ഞാൻ ഉടഞ്ഞു പോകത്തില്ല, ഈ പ്രശ്നത്തിൽ ഞാൻ ഒളിച്ചോടുകയില്ല, ഈ വിഷയത്തിൽ ഞാൻ ഇല്ലാതെയായി പോകത്തില്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ മേൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ആട്ടിടനായി ഞാൻ ഇന്നിവിടെ രാജാവായി നിൽക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു.
ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് സറൗണ്ടഡ് ബൈ സ്കീംസ്. ഇന്ന് പകൽ നിനക്കെതിരെ ആരെല്ലാം കൂട്ടം കൂടട്ടെ, നിനക്ക് വിരുദ്ധമായി ആരെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കട്ടെ, എന്തു വന്നാലും ശരി, ദൈവത്തിന്റെ പദ്ധതിയെ നിലനിൽക്കുകയുള്ളൂ, ദൈവത്തിന്റെ വാക്ക് മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഈ ഞായറാഴ്ചയും ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ വിശ്വസിച്ച് വേണം തിരിച്ചു വീട്ടിലേക്ക് പോകാനായിട്ട്. ഒന്ന്, സറൗണ്ടഡ് ബൈ സ്കീംസ്. ഇനി അതിന്റെ 3-4 വാക്യങ്ങളിലേക്ക് വരാം. 3-4 വാക്യങ്ങൾ വരുമ്പോൾ ദാവീദിന്റെ സേല കഴിഞ്ഞപ്പോൾ ദാവീദിന്റെ സ്റ്റേറ്റ്മെന്റ് മാറി. വായിച്ചോ. ദാവീദ് ഒരു സേലയ്ക്ക് ഗ്യാപ്പ് ഇട്ടു. ആ ഗ്യാപ്പ് കഴിഞ്ഞ് ദാവീദ് ചിന്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ സ്റ്റേറ്റ്മെന്റ് മാറി. വായിച്ചോ, അടുത്ത വാക്യം വായിച്ചോ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. രണ്ടാമത് ദാവീദിന്റെ കോൺഫിഡൻസ്. ഇത്ര നേരം കംപ്ലൈന്റ് ആയിരുന്നു ദാവീദിന്. ഇപ്പൊ ദാവീദ് എന്ത് ചെയ്തു? ഒരു കോൺഫിഡൻസ് ആയി. സോ ഒരു സേല കഴിയുമ്പം ഒരു കോൺഫിഡൻസ് ആണ്. എന്താ കാര്യം? ദൈവം എന്നെ എന്ത് ചെയ്യത്തില്ല? വിടത്തില്ല, കൈവിടുകയില്ല. ദൈവം എന്നെ എന്ത് ചെയ്യത്തില്ല? ഉപേക്ഷിക്കുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തം നടപടിയാകുക തന്നെ ചെയ്യുമെന്ന് ദാവീദിന് കൃത്യമായി ബോധ്യപ്പെട്ടപ്പോഴത്തേക്ക് ദാവീദിന്റെ സ്റ്റേറ്റ്മെന്റ് സ്റ്റാൻഡ് മാറി. ഞാൻ അത് രണ്ടാമത്തെ ഭാഗത്തും അപ്പോഴും അവൻ തന്റെ ആശ്രയം എന്ത് ചെയ്യണം? ദൈവത്തിൽ വെക്കുന്നതായിട്ട് കാണുന്നു, അല്ലേ? സോ ലെറ്റ് മീ കം ടു ദ പോയിന്റ്. സ്ട്രാൻഡഡ് ബൈ ഫ്രണ്ട്സ്. എന്തുകൊണ്ടാണ് രണ്ടാമത്തെ പോയിന്റ് സ്ട്രാൻഡഡ് ബൈ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ തന്റെ കൂട്ടുകാരെ ആര് ദുഷിക്കപ്പെടുകയാണ്? ഈ പറയുന്ന ദാവീദ് ദുഷിക്കപ്പെടുന്നു. സ്വാഭാവികം എന്ത് ചെയ്യുന്നു? ദൈവത്തിലേക്ക് ആശ്രയം എന്ത് ചെയ്യുക? സ്വിച്ച് ചെയ്യുക. അതിന് കാരണം ദാവീദിന് ആ സമയം വരെ വലിയൊരു ഉപദേശകൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? അഹീത്തോഫേലാണ്. അഹീത്തോഫേൽ ഇപ്പൊ എങ്ങോട്ട് പോയി? ഓപ്പോസിറ്റ് ഗ്രൂപ്പിൽ പോയി. ഈ അഹീത്തോഫേലിന്റെ സ്റ്റാൻഡേർഡ് നമുക്ക് 2 വാക്യം വായിച്ച് നമുക്ക് നോക്കാം. 2 വാക്യം വായിക്കാം. 1 ശമൂവേൽ പുസ്തകം 16:23. 2 ശമൂവേൽ 16:20. 2 ശമൂവേൽ പുസ്തകം 16:23 വാക്യം. 2 ശമൂവേൽ 16:23. സോറി, സമയം പോകുന്നു. 2 ശമൂവേൽ 16:23. 2 ശമൂവേൽ 16:23. അക്കാലത്ത് അഹീത്തോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. അക്കാലത്ത് അഹീത്തോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ എന്ന് ചോദിച്ചാൽ പറയുന്നത് എന്താണ്? കറക്റ്റാണ്. അപ്പുറം ആരോടും എന്ത് ചെയ്യണ്ട? ചോദിക്കണ്ട. ഇപ്പൊ ആ പുള്ളി എവിടാ? ഓപ്പോസിറ്റാ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ കൊടുക്കുന്ന അഭിപ്രായം നിങ്ങൾ കേട്ടോ. ആ വാക്യത്തിലേക്ക് വരാം. പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. നമുക്ക് വായിക്കാം. അദ്ദേഹത്തിന്റെ അഡ്വൈസിലേക്ക് വായിക്കാം. 16-ാം അധ്യായം 15-ാം അധ്യായം 16-ാം അധ്യായം. ഓക്കെ, 16-ാം അധ്യായം. സോറി ക്യാൻസൽ ദ കൗൺസിൽ. ഓക്കെ, സോറി. ഓക്കെ, 17-ാം അധ്യായം 1-3. 17-ാം അധ്യായം 1-3 വാക്യം. 17-ാം അധ്യായം 1-3. ഞാൻ 2-3 വാക്യം. അനന്തരം അഹീത്തോഫേൽ അബ്ശലോമിനോട് പറഞ്ഞത്, ഞാൻ 12,000 പേരെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് ഇന്ന് രാത്രി തന്നെ ദാവീദിനെ പിന്തുടരട്ടെ. പുള്ളി പറഞ്ഞ ചോദ്യം, ഞാനിപ്പോ എന്ത് ചെയ്യട്ടെ? ഒരു 10-12 പേരെ തിരഞ്ഞെടുത്ത് എങ്ങോട്ട് പോട്ടെ? ദാവീദിന്റെ പുറകെ പോട്ടെ. ഒരു കാലത്ത് ദൈവം സംസാരിക്കുന്നത് പോലെ, ദൈവ ശബ്ദം പോലെ കേട്ടിരുന്ന അഹീത്തോഫേലിന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ എന്തായി? ആർക്ക് ഓപ്പോസിറ്റ് ആയി? ദാവീദിന് ഓപ്പോസിറ്റ് ആയി. ആളോട് പറയാണ്, ഞാൻ എന്ത് ചെയ്യട്ടെ? ഒരു 10-12 പേര് എടുത്ത് ആരെ പുറകെ പോട്ടെ? ദാവീദിന്റെ പുറകെ പോട്ടെ. കാരണം വായിച്ചോ. ക്ഷീണിച്ചും അധൈര്യപ്പെട്ടുമിരിക്കുന്ന അവനെ ഞാൻ ആക്രമിച്ച് എന്ത് ചെയ്യും? ഭ്രമിപ്പിക്കും. അടുത്തത്, അപ്പോൾ അവനോട് കൂടെയുള്ള ജനമൊക്കെയും ഓടിപ്പോകും. അപ്പോൾ അവനോട് കൂടെ ആൾക്കാർ എന്ത് ചെയ്യും? ഓടിപ്പോകും. അടുത്ത എന്ത് ചെയ്യും? ഞാൻ രാജാവിനെ മാത്രം വെട്ടിക്കളയും. സ്കീം എങ്ങനെയുണ്ട്? നല്ല സ്കീമാണ്. നിന്റെ കൂടെയുള്ള ആളുകളെ എല്ലാം ഒന്നും ദൈവം ടാർഗറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പിശാച് എന്ത് ചെയ്യുന്നില്ല? ടാർഗറ്റ് ചെയ്യുന്നില്ല. ആരേ ഉള്ളൂ? നിന്നെ മാത്രം മതി. കൂടെ ഉള്ളവനെ പേടിപ്പിക്കാനായിട്ടാണ് സീനല്ല. ഈ പേടിപ്പീര് കാണുമ്പോൾ കൂടെ ഉള്ളവൻ എന്ത് ചെയ്യും? കയ്യാല വഴി ഓടും. ആരേ കിട്ടുള്ളൂ? നിന്നെ മാത്രം മതി. ആർക്ക്? ഈ പുള്ളിക്ക്. നമ്മൾ വിചാരിക്കും കുടുംബത്തിനൊന്നും അറ്റാക്കൊന്നുമില്ല. അറ്റാക്ക് നിന്നോട് മാത്രമേ ഉള്ളൂ. നീ ഓടിയാ കുടുംബം ഓടും. നന്നായിട്ട് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഇന്ന് നിൽക്കാൻ പഠിക്കും. ഇന്ന് രാവിലെ ഒന്ന് നിൽക്കാൻ പഠിക്കുക. അപ്പൊ അവിടെ
അടുത്തൊരു അഡ്വൈസ് കേട്ടോണം. ഒരു അഡ്വൈസ് ഞാൻ പറയാം. അടുത്ത അഡ്വൈസ് വായിക്കാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ് 16-ാം അധ്യായം അതിന്റെ 20-22 വാക്യങ്ങൾ. 16-ാം അധ്യായം 20-22 വാക്യങ്ങൾ. 16-ാം അധ്യായം 20-22 വാക്യങ്ങൾ. ഞാൻ ഓടിച്ച് അവസാനിക്ക് സമയമില്ല, തീർന്നു. ഒരുപാട് സമയം. അനന്തരം അബ്ശാലോം അഹീഥോഫേലിനോട് നാം ചെയ്യേണ്ടത് എന്തെന്ന് നിങ്ങൾ ആലോചിച്ചു പറവീൻ എന്ന് പറഞ്ഞു. അഹീഥോഫേൽ അബ്ശാലോമിനോട് രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടുകളുടെ അടുക്കൽ നീ ചെല്ലുക, എന്നാൽ നീ നിന്റെ അപ്പന് നിന്നെ തന്നെ വെറുപ്പാക്കിയെന്ന് എല്ലാ ഇസ്രായേലും കേൾക്കും. ഓക്കെ, തല എന്തായി? ദാവീദിന്റെയും കുനിയുന്ന പണിയാണ് ആര് കൊടുക്കുന്നത്? ഈ പറയുന്ന അഹീഥോഫേൽ കൊടുക്കുന്നത്. ഈ രണ്ട് അഡ്വൈസാണ്. ദാവീദ് എന്തായി? തലയും താത്തി നടത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനകത്തും ദൈവം ദാവീദിനെ എന്ത് ചെയ്യുക? സഹായിക്കാൻ ഇറങ്ങി വരികയാണ്. ഞാൻ ആ ഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോയതിൻ്റെ സമയം പോകുന്ന ഞാൻ അത് ആ ഭാഗം അവിടെ ഒഴിവാക്കിയിട്ട് അവസാനത്തെ പോയിന്റിലേക്ക് വരികയാണ്. എന്നാൽ ഒറ്റ വാക്യം ഇവിടെ വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. യെശയ്യാവിന്റെ പുസ്തകം. ഇതിനൊക്കെ എനിക്ക് തുടർന്നുകൊണ്ട് എൻ്റെ തൊട്ടാ തീർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തൊടുന്നില്ല. അവസാനിപ്പിക്കുക. 8-ാം അധ്യായം 10-ാം വാക്യം. യെശയ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. യെശയ്യാവ് 8:10. യെശയ്യാവ് 8:10 കിട്ടിയോ? യെശയ്യാവിന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യം. കൂടിയാലോചിച്ചു കൊള്ളുവേൻ. എന്ത് നിഷ്ഫലം? അത് നിഷ്ഫലമായി തീരും. ഓക്കെ, സാധ്യമുണ്ടാകുകയില്ല. എല്ലാരും കൂടെ കൂടി അങ്ങ് ആലോചിച്ചോ, കുഴപ്പമൊന്നുമില്ല. ആ സാധനം എന്താവും? നിഷ്ഫലമാകും. നിങ്ങളെല്ലാം കൂടെ പ്ലാൻ ചെയ്തോ? നടക്കത്തില്ല. എന്താ കാര്യം എന്നറിയോ? ദൈവം എന്നോട് കൂടെ ഉണ്ട്. എത്ര പേർക്ക് ആ വാക്യത്തിൽ ഉറക്കാൻ പറ്റും? ഒരു പക്ഷേ ഇന്ന് സമാധാനമില്ലാതെ കാല് വന്ന് ഓടുന്ന പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാനാണ് നിന്റെ അവസ്ഥയെ നീ ചിന്തിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നിനക്കെതിരെ സകല പ്ലാനുകൾ എന്ത് ചെയ്യും? നിഷ്ഫലമായി പോകും. ആ വാക്യം ഒന്നുകൂടെ വായിച്ചു. എന്നോട് സംസാരിച്ച വാക്യം, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി വെച്ചു. ഒന്നുകൂടെ വായിച്ച വാക്യം. കൂടി ആലോചിച്ചു കൊള്ളുവേൻ, അത് നിഷ്ഫലമായി തീരും. എന്നാൽ അത് നിഷ്ഫലമായി പോകും. അടുത്തത് കാര്യം പറഞ്ഞുറപ്പേ. നിങ്ങൾ എല്ലാം കൂടെ കാര്യമൊക്കെ പറഞ്ഞൊക്കെ നമുക്ക് അവന്റെ പുറകെ ചെല്ലാം, ഓടിക്കാം, പേടിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടെ ഓടും. അവനെ മാത്രമേ കിട്ടുള്ളൂ. അവനെ തട്ടിക്കളഞ്ഞെന്നൊക്കെ നിങ്ങൾ പ്ലാനൊക്കെ സെറ്റ് ചെയ്തോ, പക്ഷെ നടക്കത്തില്ല. കാരണം ദൈവം എന്നോടുകൂടെയാണ്. എത്ര പേർക്ക് ആ വിഷയത്തിനകത്ത് സന്തോഷിക്കാൻ പറ്റും? അനുഭവത്തിൽ കൂടെ കടന്നുപോയത് കൊണ്ടാണ് ഞാൻ തൊട്ട് പറയാൻ ഞാൻ തൊടത്തില്ല. അതുകൊണ്ട് ഇന്ന് പകൽ നിനക്കെതിരെ നിൽക്കുന്ന, നിന്റെ കൂടെ ഒരു സമയത്ത് നിന്റെ ചങ്കും കരളുമായിരുന്നവർ, ഒരുപക്ഷെ നിന്റെ കൂട്ടുകാരായിരുന്നു, നിന്റെ സഹോദരനേക്കാൾ നന്നായിട്ട് നിന്നെ കൂടെ സ്നേഹിച്ചവരൊക്കെ എതിർപക്ഷത്തു നിന്നുകൊണ്ട് നിനക്ക് വിരുദ്ധമായി പദ്ധതികൾ തയ്യാറാക്കുമ്പം, നിനക്ക് വിരുദ്ധമായി ആലോചനകൾ എടുക്കുമ്പം, നിന്നെ തീർത്തു കളയാനായിട്ട് പദ്ധതികൾക്കും കൂട്ടം കൂടുന്നൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഒരു കാര്യം ഓർത്തണം, ആരൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്താലും, ആരൊക്കെ എന്തൊക്കെ പദ്ധതികൾ ഇട്ടാലും ദൈവം നിന്നോടുകൂടെ ഉണ്ടെങ്കിൽ ഒരു പദ്ധതിയും വിജയിക്കുകയില്ല എന്ന് ഇന്ന് പകൽ പിന്നെയും അഹീഥോഫേലിന്റെ അനുഭവത്തിൽ കൂടെ നിന്നോടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അഹീഥോഫേലിന് അവസാനം എന്ത് സംഭവിച്ചു? അല്ലെങ്കിൽ വരുന്ന അടുത്ത ആഴ്ച നമുക്ക് സമയമുണ്ടില്ല ആ ഭാഗത്ത്. അപ്പൊ ഒന്ന്, സറൗണ്ടഡ് ബൈ സ്കീംസ്. സെക്കൻഡ്, സ്ലാൻഡേർഡ് ബൈ ഫ്രണ്ട്സ്. മൂന്ന്, scorned by the world. വായിക്കാം അതിന്റെ 5 തൊട്ട് 8 വായിക്കാം. സങ്കീർത്തനം 3, 5 തൊട്ട്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കും. 5 മിനിറ്റ് കൊണ്ട് മാക്സിമം അവസാനിപ്പിക്കും. അതിന്റെ 5 തൊട്ട് 8, 3-ാം സങ്കീർത്തനം 5 തൊട്ട് 8 വാക്യം വായിച്ചാട്ടെ. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു. ഏറ്റവും ഇഷ്ടമുള്ള വാക്യം, ഞാൻ കിടന്നുറങ്ങി. ഞാൻ കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നില്ല. എനിക്ക് ഉറങ്ങാൻ മേലാന്ന് പറഞ്ഞില്ല. എഴുന്നേറ്റ് വാട്സാപ്പ് നോക്കിയില്ല. എഴുന്നേറ്റ് TV കണ്ടുകൊണ്ടിരുന്നില്ല. എന്നെ കൂടെ നോക്കി പിച്ചുമ്പേയും പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്തു? കിടന്ന് ഉറങ്ങി. അടുത്തത്, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നും ഇരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയം ഇറങ്ങിയിരിക്കുന്ന ആയിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. വായിച്ചോ. യഹോവേ, എഴുന്നേൽക്കണമേ. എന്റെ ദൈവമേ, എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെ ഒക്കെയും ചെകിടത്തടിച്ച് നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. മൂന്നാമത്, താൻ അനുഭവിക്കുന്ന മൂന്നാമത്തെ ഡയമെൻഷൻ ഇഷ്യൂവിനെ കുറിച്ചാണ് പുള്ളി ടച്ച് ചെയ്ത് വരുന്നത്. എനിക്ക് തൊട്ടാൽ എനിക്ക് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടച്ച് ചെയ്ത് വരുന്നത് ഇപ്പൊ ഒന്ന്, ആദ്യം പറഞ്ഞ അബ്ശലോമിന്റെ ഒരു പ്ലോട്ട്, പിന്നെ ആദ്യം കണ്ടു അഹീഥോഫേലിന്റെ പ്ലോട്ട്,
അവിടെ അഹീതോഫേലിന്റെ ആലോചനയെ കളഞ്ഞിട്ട് ആരിലേക്ക് തിരിയാണ്? ദൈവത്തിലേക്ക് തിരി. ദൈവത്തോട് ദൈവമേ അങ്ങയോട് ഞാൻ കാര്യങ്ങൾ ചോദിക്കണം, അങ്ങ് എനിക്ക് മറുപടി തരുമെന്ന് പറയാം. കാരണം ഞാൻ ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞാനോ എന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്ന കൺസെപ്റ്റിലേക്ക് അവിടെ കരം കൊണ്ട് നിൽക്കുന്നു. അവസാനമായിട്ട് സ്കോൺ ബൈ ദ വോൾ എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് വരുമ്പം അഹീതോഫേൽ ഈ പറയുന്ന ദാവീദിന്റെ അടുത്തൊരു ഡയമെൻഷണൽ ഇഷ്യൂസിനെ കുറിച്ച് ടച്ച് ചെയ്യുന്നത്. ഞാനതെല്ലാം തൊട്ട് പോകുന്ന സമയം ഞാൻ വാച്ചും കൊണ്ട് നോക്കിയപ്പോൾ അവിടെ അതിന്റെ 2 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പം 2 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പം അതിന്റെ 5 വാക്യം വായിച്ചു. ഒന്ന് ഓടിച്ച് വായിച്ചില്ലേ നിർത്താൻ പറ്റുന്ന വായിക്കുന്നത് പറ്റുമെങ്കിൽ നമുക്ക് തീർത്തു പോകാം. 16-ാം അധ്യായം 5 വാക്യം. 2 ശമൂവേൽ പുസ്തകം 16-ാം അധ്യായം 5 വാക്യം വായിക്കാം. ദാവീദ് രാജാവ് ബഹൂരിമിൽ എത്തിയപ്പം ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമെയി എന്ന് പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ടുവരുന്നത് കണ്ടു. ഇപ്പൊ ഈ പ്രശ്നത്തിന്റെ കൂടെ അടുത്ത ആള് വരുവാണ്. ആരാണ്? ശിമെയി. അവൻ പറയാൻ ശാപവും കൊണ്ട് നന്നാകത്തില്ലടാ, നീ ഗുണം പിടിക്കത്തില്ല. എന്താ? ആരാ പാർട്ടി? ആരാ? ഷിമി ആരാ? ശൗലിന്റെ സ്വന്തക്കാരനാ. പിന്നെയും ബന്ധം അതിനകത്ത് ബന്ധം വായിക്കാൻ പോയി എന്റെ സമയം പോകും. ഞാൻ വാക്യം എഴുതി വെച്ചിട്ട് എന്തോടാണ്? സ്വന്തക്കാരന്റെ ഗുണമാണ്. താഴ്ത്ത് വായിച്ചു. അവൻ ദാവീദിനെയും രാജഭൃത്യന്മാരെയൊക്കെ കല്ലുവാരി എറിഞ്ഞു. അവൻ കല്ലുവാരി എറിഞ്ഞ് ജനവും വീരന്മാരുമെല്ലാം ഇടത്തും വലത്തുമായി നടക്കുകയായിരുന്നു. ശിമെയി ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക നീച്ച പോ. അത് ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ച് രസമുണ്ട്. പോ വായിച്ചോ. ശൗൽ ഗൃഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു, നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. വായിച്ചോ. അവന് പകരമല്ലോ നീ രാജാവായത്, അവനെ കളഞ്ഞില്ല നീ രാജാവായത്. യഹോവ രാജ്യത്വം മകനായ അബ്ശലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇപ്പൊ നിന്നെ കളഞ്ഞ ആര്? അബ്ശലോമിനെ രാജാവാക്കിയിരിക്കുന്നു. വായിച്ചോ. നീ രക്തപാതകനാകയാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്ന് ഭവിച്ചിരിക്കുന്നു. നീ ചെയ്ത ദോഷമാണ് ഇതെല്ലാം, നീ കാണിച്ചു കൂട്ടുന്നതിന്റെയാണ് ഇതെല്ലാം എന്ത് ചെയ്ത് അനുഭവിച്ചു. വായിച്ചോ. അപ്പോൾ സെരൂയയുടെ മകനായ അബിശായി രാജാവിനോട്, ഈ ചത്ത നായ എന്റെ യജമാനനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യട്ടെ? അവന്റെ തല അങ്ങ് വെട്ടട്ടെ എന്ന് ചോദിച്ചു. അതിന് രാജാവ് സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കുക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ടു ദാവീദിനോട്, ദാവീദിനെ പോയി ശപിച്ചോളാൻ ഇവനെ ദൈവം പറഞ്ഞു വിട്ടുകൊണ്ട് ശപിക്കുവാണ്. അതുകൊണ്ട് അവന്റെ മേത്ത് എന്ത് ചെയ്യണ്ട, കൈവെക്കണ്ട എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ആലോചിക്കുക, ഈ 3 സേലായും ഈ പറഞ്ഞ 2-ാം വാക്യത്തിലും അടുത്ത 4-ാം വാക്യത്തിലും പിന്നെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. ശത്രു എത്ര ഭാഗത്താണ്? 1 ആരുണ്ട്? അബ്ശലോം. 2 അഹീതോഫേൽ. 3 ഇപ്പൊ ആരാ? ശൗലിന്റെ ഫാമിലിക്കാരും കൂടെ ഈ സിറ്റുവേഷൻ ഉപയോഗിക്കാൻ വന്നേക്കുക. ബന്ധക്കാർ കുടുംബമാണ്, ബന്ധമുള്ളവരെല്ലാം ഇപ്പൊ ആ കഥയായിട്ട് വന്നേക്കുവാണ്. ദാവീദ് വിചാരിച്ചു ഒന്നും മിണ്ടണ്ട. ദാവീദ് ആ സമയത്ത് എന്ത് ചെയ്തു? സമാധാനമായിട്ട് എന്ത് ചെയ്തു? കിടന്നുറങ്ങി. ഒരു വാക്യം ഞാൻ അവിടെ വായിച്ചിട്ട് അത് അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. യോഹന്നാൻ 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആരുടെ സമാധാനം? എന്റെ സമാധാനം. ലോകം തരുന്നത് പോലെയല്ല, അത് ഈ ലോകം തരുന്നത് പോലെ അല്ല, ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ നിങ്ങൾക്ക് തരുന്നത് മതി. കർത്താവ് പറയാണ്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്? തരികയാണ്. അതെന്ത് തരുന്ന പോലെയല്ല, ഈ ലോകം തരുന്ന സമാധാനം അല്ല. അപ്പൊ ലോകം സമാധാനം തരുമോ? തരും. തരത്തിൽ നല്ല തരുമെന്നാണ് എഴുതിയേക്കുന്നത്. ലോകം സമ്മാനമൊക്കെ തരും, പക്ഷെ അതുപോലെ അല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് സംസാരിക്കുമ്പം റോമാ സാമ്രാജ്യമാണ് ലോകം മൊത്തം എന്ത് ചെയ്യുന്നത്? ഭരിക്കുന്നത്. 1-2 കാര്യം തൊട്ടിട്ട് ഞാൻ ക്ലോസ് ചെയ്യാം. ആ റോമാ സാമ്രാജ്യം എന്ന് പറയുന്ന ബൃഹത്തായ സാമ്രാജ്യം, ആ ബൃഹത്തായ സാമ്രാജ്യം ഒരു BC 27 തൊട്ട് AD ഒരു 180 ആ സമയം വരെ ഒരു 100-200 വർഷത്തെ റോമാ സാമ്രാജ്യം അതിഭയങ്കരമായ സമാധാനപൂർണമായ ഒരു സാമ്രാജ്യമായിരുന്നു.
വിവിധ രാജ്യക്കാരും വിവിധ മതക്കാരും വിവിധ വംശക്കാരും വിവിധ കൾച്ചർ ഉള്ളവരൊക്കെ സമാധാനപൂർണമായി ജീവിച്ചിരുന്ന ഒരു സംവിധാനമായിരുന്നു അന്നത്തെ റോം എന്ന് പറയുന്നത്. അതിനകത്ത് ആരുണ്ട്? ആഫ്രിക്കാരനുണ്ട്, ഫ്രഞ്ചുകാരനുണ്ട്, ഇന്നത്തെ സ്പെയിൻകാരനുണ്ട്, ഈ പറയുന്ന സിറിയക്കാരുണ്ട്, അതിനിടെ കൂടെ ഗ്രീക്കുകാരുണ്ട്, അതിനിടെ കൂടെ യഹൂദന്മാരുണ്ട്. അങ്ങനെ പല കൾച്ചറൽ ഹാബിറ്റ് ഉള്ള ആളുകളെല്ലാം ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ റോമിൽ താമസിക്കും. പല രാജ്യങ്ങൾ കൂടിയാണ് റോം ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ യുദ്ധമില്ല, പ്രശ്നങ്ങളില്ല, നല്ല ഒന്നാം തരം നിയമവ്യവസ്ഥ, നല്ല ഒന്നാം തരം കൾച്ചറൽ ബന്ധങ്ങൾ, നല്ല ഒന്നാം തരം ട്രേഡ് ബന്ധങ്ങൾ. ചൈനയിൽ നിന്ന് സാധനം കൊണ്ടിരുന്നു, ഇന്ത്യയിൽ നിന്ന് സാധനം കൊണ്ടിരുന്നു, അന്താരാഷ്ട്ര റോഡുകൾ, ഡെവലപ്മെന്റ്സ്. വളരെ സമാധാനപരമായ സാമ്രാജ്യമായിരുന്നു ഏത്? റോമാ സാമ്രാജ്യം. അതിനകത്ത് ഇങ്ങനെ സന്തോഷമായിരിക്കുന്നവർ പറയാതെ ഈ സമാധാനം നാളെ എന്ത് ചെയ്യും? പോകും. നിങ്ങൾ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധസ്തുതികളെ കുറിച്ചും കേൾക്കും. ഈ സമാധാനമൊക്കെ പോകും. പക്ഷെ ഞാൻ നിനക്കൊരു സമാധാനം എന്ത് ചെയ്യുക? തരികയാണ്. ആ സമാധാനം ഈ ലോകം തരുന്നത് പോലെ അല്ല. എന്ത് വന്നാലും എൻ്റെ സമാധാനം ഹൃദയങ്ങളെ എന്ത് ചെയ്യട്ടെ? ഭരിക്കട്ടെ. അതിന് പറയാൻ 2 വാക്യമുണ്ട്. ഒരൊറ്റ വാക്യം തൊട്ടിട്ട് വായിക്കുക. സങ്കീർത്തന പുസ്തകം 91:4, 5, 6 വാക്യം വായിക്കുന്നു. ഞാൻ ക്ലോസ് ചെയ്യുന്നു. സങ്കീർത്തന പുസ്തകം 91:4, 5, 6. ഞാൻ എല്ലാം ഒന്ന് കണക്ട് ചെയ്യാൻ സമയമില്ല, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. സങ്കീർത്തന പുസ്തകം 91:4, 5, 6 വാക്യങ്ങൾ. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. എന്താ കാര്യം? തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ എന്ത് ചെയ്യും? മറയ്ക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ ചിറകിൻ കീഴിൽ നീ എന്ത് ചെയ്യും? ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകും. രാത്രിയിലെ ഭയത്തെയും, ഏതാണ്? രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും. 2 തരം ശത്രുക്കളുണ്ട്. ഒന്ന് രാത്രിയിലെ ഭയം എന്ന് വെച്ചാൽ എന്താ നടക്കുന്ന ഒരു പിടിയില്ല. നേരം വെളുക്കുമ്പോഴേ അറിയുള്ളൂ എന്താ നടന്നത്, ആരാണ് ഒറ്റിയത്, എവിടെ നിന്നാണ് ഒറ്റ വന്നത്, എന്താ സംഭവിച്ചത് പുലർച്ചെ അറിയത്തുള്ളൂ. നിങ്ങൾ ആരും അറിയാതെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, നിങ്ങൾക്ക് ഇരുട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ സംവിധാനം അക്ഷരീകമായും ആത്മീയമായി കൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അടുത്തത് എന്താ? പകൽ പറക്കുന്ന അസ്ത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അത് വരുന്നുണ്ടെന്ന് കാണാം. ഈ രണ്ടിനെ നീ എന്ത് ചെയ്യത്തില്ല? പേടിക്കത്തില്ല. വായിച്ചോ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നീ പേടിക്കാനില്ല എന്ന് പറയാൻ നീ സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യും? കിടന്നുറങ്ങും. ഇന്ന് ഒരു കാര്യം വിശ്വസിക്കുക. ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ 4 പാടുന്ന് വന്നപ്പോഴും ദാവീദ് പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ എന്ത് ചെയ്തു? കിടന്നുറങ്ങി. യഹോവ എന്ത് ചെയ്തു? ഇന്ന് പകൽ എത്ര പേർക്ക് ധൈര്യപ്പെടാൻ പറ്റും? ഒരു പക്ഷേ കുടുംബത്തിനകത്ത് നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം, വൈവാഹിക ബന്ധത്തിൽ നിനക്ക് തലവേദനകൾ ഉണ്ടാകാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം, രോഗങ്ങൾ ഉണ്ടാകാം, നിരാശ ഉണ്ടാകാം, ശത്രുക്കൾ എണ്ണ അതിഭയങ്കരമായിരിക്കാം, നിനക്കെതിരെ അതിഭയങ്കരമായ ആളുകൾ പദ്ധതികൾ ഒരുക്കിക്കൊണ്ടുവന്നിരിക്കാം, നിന്നെ നശിപ്പിക്കുമെന്നും ദൈവം പോലും നിന്നെ ഈ വിഷയത്തിൽ വിടിവിക്കത്തില്ലെന്നും ഒക്കെ വീണ്ടും വീണ്ടും പള്ളു പറയുന്ന ഒരുപാട് ആളുകൾ നിനക്ക് പുറകെ നടക്കുന്നുണ്ടാകാം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മാത്രമേ വിജയിക്കുകയുള്ളൂ. ദൈവത്തിന്റെ തീരുമാനം മാത്രമേ നടക്കുകയുള്ളൂ. ദൈവം നമ്മളെ എന്ത് ചെയ്യട്ടെ? ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.